ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 2 ആണ്. പുറപ്പാട് 2-ാം അധ്യായം. അവിടെ മോശ ജനിക്കുന്നതും അതുപോലെ മോശ ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മോശ ജനിക്കുന്നു. അമ്രത്തിനും യോക്കെബേദിനും മകനായിട്ട് മോശ അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. മോശയെ പറ്റി പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞായിട്ടായിരുന്നു മോശ ജനിച്ചത് എന്ന് നമ്മളവിടെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്, അത് പറയുന്നുണ്ട് അവിടെ. ആ സമയത്ത് ഓൾറെഡി മോശയ്ക്ക് മിരിയാം എന്ന ചേച്ചിയും അതുപോലെ തന്നെ ആരോൺ എന്ന ചേട്ടനും തനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ മോശ ജനിക്കുന്ന അതിനൊക്കെ മുമ്പായിട്ടാണ് ഫറവോൻ ആൺകുഞ്ഞുങ്ങളെല്ലാം നൈലിൽ എറിഞ്ഞു കളയണം എന്നുള്ള ഒരു നിയമം അവിടെ പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ മോശ ജനിച്ചിട്ട് പേരൻസ് ഒത്തിരി സൂക്ഷിച്ചു. മോശയുടെ സൗണ്ട് പുറത്ത് വരാതിരിക്കാൻ തക്കവണ്ണം പുറത്ത് വന്ന് ബാക്കിയുള്ളവരൊക്കെ ഒരു കൊച്ചു കുഞ്ഞവിടെ ആൺകുഞ്ഞ് ജനിച്ചു എന്നുള്ളത് തിരിച്ചറിയാതിരിക്കാൻ തക്കവണ്ണം കുറേ സൂക്ഷിച്ചു. പക്ഷേ 3 മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും അത് ബുദ്ധിമുട്ടായി തുടങ്ങി. കുഞ്ഞ് കരയാതിരിക്കാനായിട്ട്, കുഞ്ഞ് സൗണ്ട് വെക്കാതിരിക്കാനും ഒക്കെ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് അത് കഷ്ടപ്പാടായി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മ ചെയ്തത് ആ ഒരു കുഞ്ഞിനെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി അത് അവിടെ വെള്ളത്തിൽ, അവിടെ സൈഡിൽ ഇലകളിലൊക്കെ ഇടയിൽ അവിടെ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ചെയ്തത്. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം, ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിനെ മരണപ്പെടുന്ന കാണുവാനായിട്ട് തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. താൻ പ്രസവിച്ച കുഞ്ഞിനെ ഇതുപോലെ മരണപ്പെടുന്ന കാണുവാനായിട്ട് താല്പര്യമില്ലായിരുന്നുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് ആ ചെടികളുടെ ഇടയിലേക്ക് അവിടെ കുഞ്ഞു ബാസ്ക്കറ്റിൽ ആ കുഞ്ഞിൻ്റെ ചേച്ചി അവിടെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ദൈവത്തിൻ്റെ ഹിതം ആ കാര്യത്തിലൊക്കെ നിറവേറി എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അത്രയും നാളും ദൈവമായിട്ട് തന്നെ ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴും ഇവിടെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ആ കുഞ്ഞിനെ ആ ചെടിയുടെ ഇടയിലേക്ക് വെച്ചു എങ്കിൽ കൂടി അത് കണ്ടുപിടിക്കുവാനിടെ ആ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് കണ്ടത് ഫറവോൻ്റെ പുത്രിയായിരുന്നു. ഫറവോൻ്റെ പുത്രിക്കും ആ കുഞ്ഞിനോട് ആ ഒരു ദയ തോന്നിയെന്നാണ്, മറ്റൊന്നും കൊണ്ടല്ല. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നു കളയുവാനായിട്ടുള്ള ഒരു മനസ്സ് ഫറവോൻ്റെ പുത്രിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വളർത്തുവാനായിട്ട്, അഡോപ്റ്റ് ചെയ്തെടുക്കുവാനായിട്ട് ഫറവോൻ്റെ മകൾ അവിടെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിലും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഫറവോൻ്റെ മകൾ അതിനെ കൊന്നു കളയാനായിട്ട് തീരുമാനിച്ചില്ല. പകരം അതിനെ അഡോപ്റ്റ് ചെയ്തെടുക്കുവാനായിട്ട്, തൻ്റെ മകനായിട്ട് എടുക്കുവാനായിട്ടാണ് ആ കുട്ടി തീരുമാനിച്ചത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി തീരുമാനിച്ചത്. അങ്ങനെ ആ തീരുമാനം എടുക്കുമ്പോഴാണ് ഓടിച്ചെന്ന് മിറിയാം ചെന്ന് പറയുന്നു, ഇതിനെ എബ്രായ സ്ത്രീയുടെ കൊണ്ട് ചെല്ലാം, പാല് കൊടുത്തതിന് വളർത്തുവാനായിട്ടൊക്കെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിറിയാമിനെ ആ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ മിറിയാം ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയുടെ അടുക്കിലേക്ക് തന്നെയാണ് കൊണ്ടുചേർന്നത്. അപ്പോൾ ആ സ്വന്തം അമ്മയ്ക്ക് തന്നെ അതിനെ വളർത്തുവാനായിട്ടും കൂടെ ഇടയായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു പ്രൊവിഷൻ എന്ന് പറയാൻ പറ്റും. കാരണം ആ കുഞ്ഞിനെ വെള്ളത്തിൽ വെച്ച കുഞ്ഞിന് ചിലപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പ്രതീക്ഷിച്ച് കാണത്തില്ല, തനിക്ക് ഈ കുഞ്ഞിനെ ഇനി കിട്ടുമോ ഇല്ലയോ ഒന്നും തനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. വളർത്തുക മാത്രമല്ല, വളർത്തുന്നതിന് പൈസ അവരെ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ആ അമ്മ വളർത്തിയപ്പോഴും ദൈവഭയത്തിലും ഇസ്രായേൽ മക്കളാണ് തൻ്റെ സ്വന്തം ആൾക്കാരെന്നുള്ളതെല്ലാം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ്, നല്ല രീതിയിലാണ് ആ അമ്മ ആ കുട്ടിയെ വളർത്തിയതെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. കാരണം താൻ വളർന്നു കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഈജിപ്തിൽ ഫറവോൻ്റെ മകളുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഫറവോൻ കഴിയുമ്പോൾ അടുത്ത ഒരു ഫറവോനായിട്ട് വരേണ്ട ഒരു വ്യക്തിയായിട്ട് ചുരുക്കി പറഞ്ഞാൽ മോശ മാറി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഫറവോൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫറവോനാകേണ്ട വ്യക്തിയായിരുന്നു മോശ എന്നുള്ളത്. പക്ഷേ മോശയ്ക്ക്
മോശയുടെ ഉള്ളിലുള്ള ആഗ്രഹം വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ തൻ്റെ ജനത്തെ, ഈ കഷ്ടപ്പെടുന്ന തൻ്റെ ജനത്തെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒരു ആഗ്രഹം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവിടുത്തെ മിസ്രൈമെ ഒരു എബ്രായനെ അടിക്കുന്ന കണ്ടപ്പോൾ മോശ വന്ന് ആ വ്യക്തിയെ ആരും കാണാതെ കൊന്ന്, ആരും കണ്ടില്ല എന്നുള്ള വിചാരത്തിൽ കൊന്ന ആ വ്യക്തിയെ, ആ ഈജിപ്ഷ്യനെ മറവ് ചെയ്തത്. കാരണം താൻ ആകർഷിച്ച് തൻ്റെ ജനം അവിടെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തനിക്ക് ഇഷ്ടമല്ലായിരുന്നു. താൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒരു ചിന്ത തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് അവരെ ആ സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരാഗ്രഹം മോശയുടെ മനസ്സുണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം പിന്നീട് കാണുമ്പോഴും അവരെ രണ്ട് എബ്രായർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ മോശം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, നീ മറ്റേ ഈജിപ്ഷ്യൻ ചെയ്തത് ഞങ്ങളെ കൊല്ലാനാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് തനിക്ക് മനസ്സിലാകുന്നത് താൻ ചെയ്ത പ്രവൃത്തി അത് ലീക്കായെന്നുള്ള, എല്ലാവരും അറിഞ്ഞു എന്നുള്ളൊരു കാര്യം താൻ അറിയുന്നു. അപ്പം ഈ കാര്യം ഫറവോനും അറിയുന്നു. ഫറവോനും വളരെ കോപമുണ്ടായിട്ട് ഫറവോനും ഈ മോശയെ കൊല്ലുവാനായിട്ട് പ്ലാൻ ഉള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നത്. ഇത് ഇപ്പോൾ ഫറവോൻ ഇതറിയും പ്രശ്നമൊന്നും ഇവിടെ മോശ അവിടെ നിന്നും മിദിയാനിലേക്ക് ഓടിപ്പോയി. താൻ അവിടെ വിവാഹമൊക്കെ കഴിച്ചു. പക്ഷേ ആ ഫറവോൻ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഫറവോൻ നേരത്തെ ഉണ്ടായിരുന്ന മോശയുടെ സമയത്തുണ്ടായിരുന്ന ഫറവോൻ മരിച്ചു. പക്ഷേ അവിടുത്തെ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവരവിടെ ബുദ്ധിമുട്ടി, അവരൊരു സ്ലേവായിട്ട് അവിടെ കിടന്ന് ജോലി ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. അവർ ദൈവത്തെ നിലവിളിച്ച് ഒടുവിൽ ദൈവം നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഐസക്കിനോടും യാക്കോബിനോടും ഒക്കെ കൊടുത്ത പ്രോമിസ് ദൈവം അവിടെ ഓർക്കുന്നു. അവരെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ദൈവം, അതിനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം മോശയുടെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് ഇസ്രായേൽ മക്കളെ ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതായിരുന്നു മോശയുടെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ ഫറവോൻ പല പല കാര്യങ്ങൾ കൊണ്ടുവന്നു, പല പല റൂൾസ് കൊണ്ടുവന്നു. കർമ്മിണികളോട് പറഞ്ഞു അവരെ ആൺകുഞ്ഞിനെ കൊന്നുകളയണമെന്ന് പറഞ്ഞു, അവരെ ചെയ്തില്ല. അവർ ദൈവമായി ഉള്ളതുകൊണ്ട് അവരെ ചെയ്തില്ല. അതുപോലെ തന്നെ താൻ റൂളിട്ടു, ഇതുപോലെ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് നൈൽ നദിയിൽ ഒന്നിനെ കൊല്ലണമെന്നുള്ളത്. അങ്ങനെ അത് വന്നപ്പോഴാണെങ്കിൽ കൂടി ദൈവം ഈ കുഞ്ഞിനെ കാത്തു സൂക്ഷിച്ചു. ഈ മോശ എന്നുള്ള ഈ കുഞ്ഞിനെ ദൈവം അവിടെ കാത്തു സൂക്ഷിച്ചു. ഒടുവിൽ വീട്ടിൽ വെക്കാൻ സാധ്യതയില്ലാതിരുന്ന ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥയിൽ ഫറവോൻ്റെ മകൾ തന്നെ ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇടയായി തോന്നി. അങ്ങനെ താൻ ഒടുവിൽ തനിക്ക് രക്ഷപ്പെട്ടു വന്നപ്പോൾ താൻ മിദിയാനിലേക്ക് പോയി. അങ്ങനെയും കൂടെ ദൈവം മോശയെ അവിടെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിന് നമ്മുടെ അവിടെ ജീവിതത്തിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം അതേ മറ്റാൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ദൈവത്തിന് നമ്മൾ ഉദ്ദേശിച്ച് നമ്മളിൽ നിന്നൊരു പ്ലാനിന് ദൈവം പുറകോട്ട് പോവുകയില്ല. നമ്മളെല്ലാവരും ഓരോ ഉദ്ദേശമുണ്ട്, ദൈവം അത് ഉറപ്പായിട്ടും ഫുൾഫിൽ ചെയ്തിരിക്കും. അത് മറ്റാരുടെയും കൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റാരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ പ്ലാനിന് ദൈവം പുറകോട്ട് പോവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ മോശയുടെ അമ്മയുടെ കാര്യം. മോശയുടെ അമ്മ മോശയെ വളർത്തിയ രീതി, അത് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അതുപോലെ തന്നെ തൻ്റെ ജനത്തിൻ്റെ കാര്യങ്ങളും അവസ്ഥകളും ഒക്കെ പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കിയാണ് മോശ എന്ന കുഞ്ഞിനെ മോശയുടെ അമ്മ വളർത്തിയത്. അപ്പോൾ പേരൻസ് എങ്ങനെയാണ് കൊച്ചു പിള്ളേരെ ചെറുപ്പം തൊട്ടേ വളർത്തുന്നത്, അത് അവർ വലുതാകുമ്പോഴുള്ള അവരുടെ ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ വളർന്നു വരുമ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ വലുതായി കഴിയുമ്പോഴുള്ള അവരുടെ ഓരോ രീതിയിലും പെരുമാറ്റത്തിലൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം അതുകൊണ്ടാണ്.